ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിമോചേട്ടനും പിള്ളേരും കൂടി മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കണം. എന്ത് മീനാണ് വാങ്ങിക്കണമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കുക്കറിൽ ചോറും ചെറുപയറും ഒക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചെറുപയറും കലന്ത ചോറ് വെന്തോണ്ടൊക്കെ ഇരിക്കാം. അപ്പം എന്തായാലും ഇനി അവർ വരട്ടെ, വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ത് മീനാണെന്ന്. അപ്പോൾ കറിക്ക് മേടിച്ചിട്ട് വന്നത് ചാളയാണ് കേട്ടോ. അപ്പോൾ ചാള ഇനി കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കറി വെക്കാനുള്ള എല്ലാം നോക്കി. അങ്ങനെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോര് കറിയും ചെറുപയറും ഒക്കെ റെഡിയായി. ഞങ്ങൾ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞാൻ രാവിലെ ഇട്ട പച്ചരിയാണ് കേട്ടോ. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടത് ശർക്കര ചേർത്ത്. അപ്പോൾ പച്ചരി ഫുള്ളായിട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്തു, മിക്സിയുടെ ജാറിലിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ശർക്കര, അപ്പോൾ ആ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ അളവും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ പച്ചരിയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അതിലോട്ട് തേങ്ങയും ആവശ്യത്തിന് വേണ്ട നമ്മുടെ ഏലക്കയും ചോറും ഈസ്റ്റും പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഫുള്ളായിട്ട് അലിഞ്ഞൊക്കെ വന്നായിരുന്നു. പിന്നെ ശർക്കര ഞാൻ അരിച്ചൊക്കെ എടുത്തു. അപ്പോൾ ശർക്കരയുടെ ഇതും കൂടി ചേർത്താണ് ഒരുമിച്ചാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അങ്ങനെ രണ്ടും കൂടി എല്ലാം മിക്സ് ചെയ്ത് അരിച്ചെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ടാക്കി. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കിയപ്പോൾ ഒത്തിരി ലൂസും അല്ല ഒത്തിരി ടൈറ്റും അല്ല, ഈ ഒരു പാകത്തിനുണ്ടോ. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ വയ്ക്കാൻ നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ അപ്പം ഒരു തട്ടത്തിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വേകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു. അപ്പം നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചു. പിന്നെ കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ അപ്പം തന്നെ ഇഡ്ഡലി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടക്കറി. അപ്പോൾ ഞാൻ ഓരോ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ എടുത്തായിരുന്നു ആ പ്ലേറ്റിൽ നിന്ന്. ഇത് ചായ കുടിക്കാൻ ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി പോലെ കോരി ഒഴിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും വട്ടയപ്പം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.